ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2002 ഒരു സൈഫൈ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സൈൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. തൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഒരു ചോളപ്പാടത്ത് തൻ്റെ 2 മക്കളും സഹോദരനായിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ മൂവിയിലെ ഹീറോ പെട്ടെന്നൊരു ദിവസം അവരുടെ ആ ഒരു ചോളപ്പാടത്ത് അമാനുഷികമായിട്ടുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടക്കുന്നു. അതെങ്ങനെയാണ് അവിടെ വന്നത്, എന്താണ് അതിന് സംഭവിച്ചത് എന്നൊന്നും അവർക്കറിയാൻ കഴിയുന്നില്ല. അതിനുശേഷം ആ ഫാമിലിയിൽ തന്നെ സംഭവിക്കുന്ന അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ, പല പല സംഭവങ്ങൾ, ഇതിനെല്ലാം കാരണം എന്താണ്, അതാണ് ഈ ഒരു മൂവി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ ഒരു വീടിനകത്ത് നിന്നും ഏതോ ഒരു കുട്ടിയുടെ ശബ്ദം കേട്ടിട്ട് അതിനകത്തുള്ള ഒരാൾ വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അങ്ങനെ നമ്മുടെ ഹീറോ ആയാലും വെളിയിലേക്ക് വന്ന് തൻ്റെ സഹോദരനോട് എവിടെ കുട്ടികളെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് അടുത്തുള്ള ആ ഒരു ചോളപ്പാടത്തേക്ക് ഓടിങ്ങനെ വരികയാണ്. വരുമ്പോഴത്തേക്കും ഹീറോയുടെ മകള് അവിടെ നിന്നിട്ട് അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ വന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, ഇതൊരിക്കലും സ്വപ്നമല്ല, നിന്റെ സഹോദരൻ എവിടെയാണ് എന്നും പറഞ്ഞിട്ട് അവളെ എടുത്ത് അടുത്തൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവളുടെ സഹോദരൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് എന്തോ നീനെ കണ്ട് അതിങ്ങനെ ഇവർക്കും കാണിച്ചു കൊടുക്കുന്നു. അതെന്താണെന്ന് ഒന്ന് കാണുമ്പോഴത്തേക്കും അവരുടെ നായ്ക്കൾ രണ്ടും ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അതേപോലെ തന്നെ ഈ ചോളപ്പാടത്തിന്റെ നടുവിലായിട്ട് കുറച്ചു ഭാഗം ആരോ വെട്ടി നശിപ്പിച്ചതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതാരാണ് ചെയ്തതെന്ന് അവന് മനസ്സിലാവുന്നില്ല. അതേസമയം ഈ ഒരു സൂം ഔട്ട് ചെയ്തിട്ട് നമുക്കത് കാണിച്ചു തരുമ്പോഴത്തേക്കാണ് അത് ആ ചോളപ്പാടം ആരും വെട്ടി നശിപ്പിച്ചതൊന്നുമല്ല, ഒരു വലിയ സിമ്പൽ പോലെ അത് വെട്ടി നിർത്തിയേക്കാണ്. ഏകദേശം 19 ഏക്കർ കാണും ഈ ഒരു ചോളപ്പാടം. അതുകൊണ്ട് തന്നെ വലുതായിട്ട് അത് അറിയാനും കഴിയുന്നുണ്ട്. പക്ഷെ അവർക്കിതൊരു സിമ്പലാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് തൻ്റെ അടുത്ത് കൃഷി ചെയ്യുന്ന മറ്റൊരു ഫാമർ ഇതേപോലെ ഞങ്ങളോട് എന്തോ ദേഷ്യം വെച്ചിട്ട് ഈ ഒരു ചോളമെല്ലാം വെട്ടി നശിപ്പിച്ചു എന്നും പറഞ്ഞ് പോലീസിനെ വിളിച്ച് കംപ്ലൈൻറ്റ് പറയുന്നതും ഇവർക്കറിയത്തില്ലല്ലോ ഇത് വലിയൊരു സിമ്പലാണെന്ന്. അവരടുത്ത് നിന്ന് കാണുമ്പോൾ ആ ഒരു ചോളമെല്ലാം ആരോ വെട്ടി നശിപ്പിച്ചതുപോലെ അത്രമാത്രമേ അവർക്കറിയത്തുള്ളൂ. അങ്ങനെ ഹീറോ ആണെങ്കിൽ നേരെ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ തൻ്റെ 2 കുട്ടികളും ആ ഒരു നായുണ്ടല്ലോ അതിനെ പിടിച്ചിട്ട് ഇത് ഇവിടെ മൂത്രമൊഴിച്ചു, പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു, ഇതിങ്ങനെ ചെയ്യാറില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും ശരി, അതിനകത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെല്ലാണ്. അപ്പോഴേക്കും ആ ഒരു ഷെരീഫ് ഉണ്ടല്ലോ ഹീറോ വിളിച്ചു പറഞ്ഞ ആ ഒരു ഷെരീഫ് ഇവിടേക്ക് വരുന്നു. അതുമല്ല നമ്മുടെ ഹീറോ ഇതിനു മുന്നേ ഈ ഒരു പട്ടണത്തിൽ ഒരു ഫാദറായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം കുറച്ച് ഡിപ്രഷനായിട്ട് ഇപ്പോൾ ഈ ഒരു കൃഷിയും മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നു. അങ്ങനെ ഹീറോ ആയാലും ആ ഒരു ഷെരീഫിനെ വിളിച്ച് ആ ഒരു ചൂളപ്പാടത്തേക്ക് കൊണ്ടുപോയിട്ട് ഇത് നോക്ക്, ഒറ്റ രാത്രി കൊണ്ട് അത് എന്ത് മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു പക്ഷെ കൈവച്ച് വെട്ടാനാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഇതൊരിക്കലും സംഭവിക്കത്തില്ല. അതുപോലെ എൻ്റെ നായ്ക്കളാണെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഒരു പക്ഷെ എന്തെങ്കിലും വൈറസ് ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അതിനൊരിക്കലും സാധ്യതയില്ല. സാധാരണ എൻ്റെ നായ്ക്കൾ ഇതേപോലെ ആവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ട് പേടിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിലേ നിന്നെടുത്ത് തന്നെ മൂത്രമൊഴിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിലും അങ്ങനെ ഷോക്കായിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാണ്. അതേസമയം ഹീറോയുടെ 2 മക്കളുണ്ടല്ലോ അവർ രണ്ടുപേരും ആ ഒരു നായുടെ മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിൽ വെള്ളം കുടിക്കാണ് ഗ്ലാസ്സിൽ. അപ്പോൾ അവൾ അതിൽ നോക്കിയിട്ട് ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വെള്ളം ആ നായ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അവൾക്കാണെങ്കിൽ ഒരു ശീലമുണ്ട്, വെള്ളം എപ്പോഴും നല്ലതായിട്ടിരിക്കണം. അപ്പോഴേക്കും ആ ഒരു സഹോദരൻ പറയും ശരി അതിന് വെച്ചു കൊടുക്കുന്നു പറയുമ്പോൾ ഇവൾ ആ ഒരു വെള്ളം അങ്ങോട്ട് തള്ളി വെക്കുന്നതും ഈ ഒരു നായ പെട്ടെന്ന് അവളെ നോക്കി കുരയ്ക്കുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഈ ഒരു ശബ്ദം കേട്ട് അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചെറിയ പയ്യൻ ആ ഒരു നായുടെ കഴുത്തിലേക്ക് എന്തോ കുത്തി ഇറക്കി അതിനെ കൊന്നേക്കാണ്. ഹീറോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇതേപോലെ സഹോദരിയെ കൊല്ലാനായിട്ട് വന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവൻ നല്ല രീതിയിൽ കരയുന്നത് നമ്മുടെ ഹീറോ 2 കുട്ടികളെയും വിളിച്ചിട്ട് വീടിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അതല്ല പോകുന്ന വഴിക്ക് തന്നെ തൻ്റെ സഹോദരനുണ്ട്, നമ്മുടെ ഈ ജോക്കർ മൂവിയിലൊക്കെ അഭിനയിച്ച ആ ഒരു പുള്ളിയാണ്. അവനോട് പറയുന്നുണ്ട് ഇവർക്ക് ഒരു നായം കൂടിയുണ്ട്, അതിനെ അങ്ങ് വീടിന്റെ പുറകിലാക്കി കൊണ്ട് കെട്ടാനായിട്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ രാത്രി നമ്മുടെ ഹീറോ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് റൂമിൽ എന്തോ ശബ്ദം. കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ ആ ഒരു ചെറിയ പെൺകുട്ടി വന്ന് നിൽക്കുന്നു. അപ്പോഴേക്കും എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വെള്ളം വേണമെന്ന് പറയും. അല്ല നിന്റെ റൂമിൽ വെള്ളമില്ലേ, അത് കൊള്ളത്തില്ല. ഓക്കെ ശരി, രാത്രി എന്തായാലും വന്ന് വെള്ളം ചോദിക്കല്ലേ, അതുകൊണ്ട് ബാ മോളെ എന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ച് നേരെ കിച്ചൺ ഭാഗത്തേക്ക് വന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ജനാല വഴി കാണിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, അടുത്ത വീട്ടിലെ ആ ഒരു ഓടിന്റെ മുകളിൽ നിന്നിട്ട് എന്തോ ഒന്ന് ഇവരെ നോക്കുന്നത് പോലെ. അങ്ങനെ അത് കണ്ട് നമ്മുടെ ഹീറോ തന്റെ മകളെ റൂമിലേക്ക് കൊണ്ട് കിടത്തിയിട്ട് പതിയെ സഹോദരനെ വന്ന് വിളിച്ചിട്ടാണ് പറയുന്നത് ഇവരാണ് പ്രശ്നം ഉണ്ടാകുന്നത് തോന്നുന്നു, ഇവരെന്തായാലും ഞാൻ കണ്ടു, ആ ഒരു ഓടിന്റെ മുകളിൽ നിൽക്കുമായിരുന്നു, അത്രയും വലിയ ഹൈറ്റൊക്കെ ഉണ്ട് എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു സഹോദരൻ പറയും ഓക്കെ ശരി നമുക്ക് വെളിയിലേക്ക് പോകാം. പക്ഷെ അവർ എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ, നമ്മളാണെങ്കിൽ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 പേരും വെളിയിലേക്ക് പോകുമ്പോൾ നല്ല ദേഷ്യപ്പെട്ട് അവർ കണ്ടാൽ തന്നെ പേടിക്കുന്ന രീതിയിൽ വേണം വെളിയിലേക്ക് പോകാനായിട്ട്. അത്രയും ദേഷ്യത്തോടെ പോകണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും അയ്യോ എന്നെ കൊണ്ട് അത് കഴിയത്തില്ലോ, ഞാൻ ഇതിന് മുന്നേ ഒരു ഫാദർ അല്ലായിരുന്നു, എന്നെ കൊണ്ട് ദേഷ്യപ്പെടാനൊന്നും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ എന്നെല്ലാം പറയുമ്പോൾ അവർ സഹോദരൻ പറയും എന്തെങ്കിലുമൊക്കെ പറയും എന്ന് പറഞ്ഞിട്ട് ഡോറും തുറന്ന് 2 പേരും 2 വശത്തേക്ക് ഇങ്ങനെ ഓടാണ്.
ഏയ് ഞാൻ നല്ല ദേഷ്യക്കാരനാണ്, എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ അത്രയേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് രണ്ടുപേരും ബഹളം വെച്ചിട്ട് ഇങ്ങനെ ഓടി വീട് ചുറ്റി കറങ്ങിയിട്ട് മുന്നിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് ആരെയും കാണാനില്ല. ഷെടാ ഇവരെവിടെ പോയി? അങ്ങനെ ഹീറോയുടെ സഹോദരൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഇവരുടെ വീടിന് മുകളിലേക്ക് തന്നെ നോക്കുമ്പോഴത്തേക്കും അവനും അതേ ഒരു രൂപത്തെ കാണുകയും ചെയ്യുന്നു. അതുമല്ല പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും അടുത്തുള്ള ആ ഒരു ഊഞ്ഞാല അത് നല്ലതുപോലെ ആടുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ചോളക്കാടിനകത്തേക്ക് എന്തോ ഒന്ന് ഓടിപ്പോകുന്നത് പോലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഇവർ ആ ഒരു ഷെരീഫിനെ ഇവിടേക്ക് വിളിച്ചു വരുത്താണ്. അതുപോലെ ഇത്തവണ ഹീറോയുടെ മകനാണ് അവിടെ ഇരിക്കുന്നത്. അതേപോലെ തന്നെ സഹോദരനുണ്ട്. മകളെ എന്തായാലും ഇതിലേക്ക് കൊണ്ടുവരണ്ട, അവളാണെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ പേടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ഉറക്കി കിടത്താൻ പറയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ TV കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്തേക്ക് വന്നിട്ടാണ് നമ്മുടെ ഹീറോ പറയുന്നത്, എന്താ നമ്മളെ സൗണ്ട് ഇത്രയും കൂട്ടി വയ്ക്കേണ്ട, കുറച്ച് വയ്ക്കി എന്ന് പറയുമ്പോൾ ആ TVയുടെ മുകളിലായിട്ട് അവൾക്ക് കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഹീറോ ചോദിക്കാല്ല ഇത്രയും വെള്ളം എന്തിനാ വെറുതെ വെച്ചേക്കുന്നത്, ഇത് കുടിച്ചൂടെന്ന് ചോദിക്കുമ്പോൾ ഏയ് അത് നല്ലതല്ല എന്നങ്ങ് പറയാണ്. അങ്ങനെ ഹീറോ അതും കൊണ്ട് നേരെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും മകളുടെ റൂമിൽ നിറയായിട്ട് ഇതേപോലെ ഒരുപാട് ഗ്ലാസ് ഉണ്ട്, അതിലെല്ലാം വെള്ളം ഇരിപ്പുണ്ട്, കുടിക്കാതെ വെച്ചേക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു പോലീസുകാരിയോട് ഇവർ കാര്യങ്ങളൊക്കെ പറയാണ്. ആ ഒരു സഹോദരനാണെങ്കിലും പറയുന്നുണ്ട് അത്രയും ഹൈറ്റ് ഉണ്ട്, ഇത്രയും ശരീരമുണ്ട്, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ഷെരീഫ് പറയും ഒരുപക്ഷെ അത് ആണാണെന്ന് എങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഹീറോയുടെ അനിയൻ പറയും ഒരു പെണ്ണിനെ കൊണ്ട് ഒരിക്കലും അത് നടക്കത്തില്ല, അത്രയും മുകളിലേക്ക് ചാടി കയറണമെന്നുണ്ടെങ്കിൽ സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഷെരീഫ് പറയും അതെന്താ ഈ ഒളിമ്പിക്സിലെല്ലാം കണ്ടിട്ടില്ലേ നല്ലതുപോലെ ഓടുകയും ചാടുകയെല്ലാം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു സഹോദരൻ പറയും എന്താ മേഡം നിങ്ങൾ എപ്പോഴും ഞാൻ എത്ര പറഞ്ഞിട്ട് അത് വിശ്വസിക്കാതെ വീണ്ടും പെണ്ണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഷെരീഫ് പറയും അതുകൊണ്ടൊന്നല്ല, ഇവിടെ അടുത്തുള്ളൊരു ബാറിൽ ഒരു റഷ്യൻ ലേഡി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് 2-3 പേരെ അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, പിന്നീട് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഹീറോയുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പോഴേക്കാണ് ഹീറോയുടെ മകൾ വന്നിട്ട് അച്ഛാ TV കാണാൻ കഴിയുന്നില്ല, എന്താ മോളെ ഇത്, റിമോട്ട് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ TVയുടെ സ്വിച്ച് പിടിച്ചിട്ട് അതിലെന്തെങ്കിലും ചെയ്യ് എന്നെല്ലാം പറയുമ്പോൾ ഏത് സ്വിച്ച് ഞെക്കിയാലും ഒരേ ചാനൽ തന്നെയാണ് വരുന്നത് എന്നിങ്ങനെ പറയുന്നതും ഏത് ബട്ടൺ അമർത്തിയാലും ഒരേ ചാനലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരും പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എല്ലാത്തിലും ഒരേ ചാനൽ തന്നെയാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ചോളപ്പാടത്ത് ഇതുപോലെ വലിയ ഒരു സൈൻ കണ്ടല്ലോ, അതേപോലെ ലോകത്തുള്ള പലയിടങ്ങളിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ആ ഒരു TVയിലൂടെ ഇവർ കാണുന്നത്. അതും ഇന്ത്യയിലും സംഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഈ ഒരു ഗോതമ്പ് പാടവും നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയെല്ലാം ഇതുപോലെ സൈൻ ഉണ്ടായതായിട്ട് TVയിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുമല്ല അതേ TVയിലൂടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഏലിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ്. ഇത് കേൾക്കുന്നതും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഷെരീഫായാലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പം മനസ്സിലായില്ലേ ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന്. ഇവിടെ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതുപോലെ നിന്റെ ഫാമിലിയിൽ ഒരു മരണം ഇതിനു മുമ്പേ സംഭവിച്ചു, അതുകൊണ്ട് എന്തായാലും കുട്ടികളെ ഈ ഒരു കാര്യത്തിലേക്ക് വലിച്ചഴിക്കണ്ട, അതുകൊണ്ട് TV റേഡിയോ ഇതെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് വെളിയിലേക്ക് പോയിന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ വാ എന്നെല്ലാം പറയുമ്പോൾ ഓക്കെ ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് പറഞ്ഞിട്ട് ഹീറോ ആ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ കുട്ടികളെയും തൻ്റെ സഹോദരനെയും വിളിച്ചിട്ട് വെളിയിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിക്ക് പറയുന്നുണ്ട് ലോകത്ത് പല കാര്യങ്ങളും സംഭവിക്കും, അതൊന്നും വലിയ കാര്യമാക്കേണ്ടതെല്ലാം പറഞ്ഞിട്ട് ഇവരെയും കൊണ്ട് നേരെ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളാണെങ്കിലും അവർക്ക് ബുക്ക് വാങ്ങണം, കാശ് കൊടുക്കാനായിട്ട് ഇങ്ങനെ പറയാണ്. എന്നിട്ട് ആ ഒരു പയ്യനാണെങ്കിൽ തൻ്റെ സഹോദരനെ കൂട്ടിയിട്ട് ഇങ്ങനെ പോകുന്നു. ഹീറോ തൻ്റെ മകന് ഇൻഹേലർ വാങ്ങണം, അവൻ ആസ്മയുണ്ട്, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നു. നമ്മുടെ സഹോദരനാണെങ്കിലോ ഒരു സ്പോർട്സ് കടയിലേക്ക് ചെന്നിട്ട് അവിടെ നോക്കി ഇങ്ങനെ നിൽക്കാണ്. അതേസമയം ഹീറോയുടെ മകനുണ്ടല്ലോ ആ ഒരു ബുക്ക് വാങ്ങുന്ന ഷോപ്പിലേക്ക് ചെന്നിട്ട് അവിടെയുള്ളവരും TVയിൽ ഈ ഒരു ഏലിയൻസിനെ പറ്റിയുള്ള ന്യൂസ് ഇങ്ങനെ കാണുകയാണ്. അതിനടുത്തേക്ക് ചെന്ന് അവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നതും ആ അപ്പൂവനും അമ്മയും പറയുന്നുണ്ട് ഇതൊക്കെ വെറുതെ ഏലിയൻസ് എന്നെല്ലാം പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി എന്നെല്ലാം അവർ പറയുന്ന സമയത്ത് ആ ഒരു പയ്യൻ ചോദിക്കും എനിക്ക് ഏലിയൻസിനെ പറ്റിയുള്ള ബുക്ക് വേണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇവർ പറയും ആ റാക്കിലിരിപ്പുണ്ട് പോയി എടുത്തോ മോനെ എന്ന് പറയുന്നതും ഇവിടെ നമ്മുടെ ഹീറോയുടെ സഹോദരനെ കാണിക്കുമ്പോൾ ആ ഒരു ലൈബ്രറിയിൽ ആ ഒരു ഷോപ്പിനകത്ത് ഒരു കേണലുണ്ട്. അയാളാണെങ്കിൽ ആ ഒരു സഹോദരനെ കണ്ടിട്ട് അവനോട് ചോദിക്കും അല്ല നീ ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ ഈ ഒരു ഏലിയൻസ് ഇതിനെ പറ്റിയെല്ലാം? അപ്പോൾ അവൻ പറയും ഇല്ല സാർ ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്നാലും നീ വിശ്വസിച്ചേ പറ്റൂ, കാരണം നമ്മുടെ ആർമിയിലുള്ളവരെ പറ്റി നിനക്ക് അറിയത്തില്ലേ, അടുത്തുള്ള രാജ്യത്ത് എത്ര സൈനികരുണ്ട്, അവരുടെ ശക്തി എന്താണെന്ന് അറിയാൻ വേണ്ടി 2 പേരെ ആദ്യം തന്നെ സ്പൈ ആയിട്ട് അവിടേക്ക് അയക്കും, അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അവിടെ പോയി അറ്റാക്ക് ചെയ്യാറുള്ളൂ, അതുപോലെ ആയിരിക്കും ഇതും എന്നെല്ലാം അയാൾ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവനെ കണ്ടിട്ട് ഹേയ് നീ ആ ഒരു ബേസ്ബോൾ കളിക്കുന്ന ആളല്ലേ, നീ നല്ലതുപോലെയെല്ലാം കളിക്കുമല്ലോ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവൻ്റെ കണ്ണ് പെട്ടെന്ന് നിറയാണ്. അപ്പോൾ ഈ ഒരു സഹോദരനെ നമുക്ക് എന്തായാലും ജോൺ എന്ന് വിളിക്കാം, എളുപ്പത്തിന് ആ ഒരു പേരായിരിക്കും നല്ലത്. അല്ല ജോൺ പിന്നെന്താ നീ അത് നിർത്തിയത് എന്നെല്ലാം ചോദിക്കുമ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് ജോൺ ആ ഒരു ബേസ്ബോൾ കളിക്കുന്നത് നിർത്തിയിരുന്നു. അതുമല്ല ഇവനെ പെട്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ജോണിന് ആ ഒരു ചെറിയ വിഷമമുണ്ട്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു ലേഡി ആണെങ്കിലും നമ്മുടെ ഹീറോ ഒരു ഫാദറും കൂടി ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഫാദർ എനിക്കൊന്ന് കുമ്പസരിക്കണം, എൻ്റെ പാവങ്ങളെല്ലാം പറഞ്ഞു തീർക്കണം, കാരണം
ഇപ്പോൾ ലോകം അവസാനിക്കാൻ പോവാണെന്നെല്ലാം എല്ലാവരും പറയുന്നതും അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് അങ്ങനെ ആഹാരം കഴിക്കുകയാണ്. അങ്ങനെ കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പാർക്കിംഗ് സൈഡിൽ ഒരുത്തൻ ഇവരെ കണ്ടിട്ട് എന്തോ ഒരു ഗിൽറ്റി ഫീലിംഗ് പോലെ ഇങ്ങനെ തോന്നിയിട്ട് അവൻ അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോവാണ്. ഇവൻ ആരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോ പറയും TV കാണരുത്, റേഡിയോ കേൾക്കരുത് എന്നെല്ലാം പറഞ്ഞു. പിന്നെ എന്തിനാ ഇതുപോലെയുള്ള ബുക്കെല്ലാം വാങ്ങിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ആ ഒരു പയ്യനാണെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന കാര്യം അത് വിടുന്ന ഒരു ലക്ഷണമില്ല. അതുപോലെ അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വാക്കി ടോക്കി പോലെ ഇരിപ്പുണ്ട്, അത് ബേസ്മെന്റിൽ നിന്ന് കിട്ടിയതാണെന്നെല്ലാം പറയും. അങ്ങനെ ഇവർ ഇറങ്ങാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അതിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഹേയ്, ആരും പുറത്തേക്ക് ഇറങ്ങരുത്, അത് സംസാരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഹീറോയുടെ സഹോദരൻ പറയും ഇതെല്ലാം ഇപ്പോഴും വിശ്വസിച്ചിരിക്കുകയാണോ? ഇതെല്ലാം ഈ ഭ്രാന്തന്മാരായിട്ടുള്ള കുറേ സയൻറ്റിസ്റ്റുകളുണ്ടല്ലോ, അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു പയ്യൻ പറയും ഇല്ലില്ല, ഇത് എനിക്ക് കേൾക്കുന്നുണ്ട്, രണ്ടുപേരും സംസാരിക്കുന്നത് പോലെ, പക്ഷെ അത് നമ്മുടെ ലാംഗ്വേജ് അല്ല എന്നും പറഞ്ഞിട്ട് അതെടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ചേക്കാണ്. അപ്പോഴേക്കാണ് അവൻ്റെ സഹോദരിയാണെങ്കിലും പെട്ടെന്ന് അത് എനിക്കും കേൾക്കുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. അതേസമയം നമ്മുടെ ഹീറോ ഇല്ലില്ല, ആ ഒരു വാക്കി ടോക്കി ഇതാ എന്നും പറഞ്ഞിട്ട് അതിങ്ങനെ വാങ്ങി കുറച്ച് മുകളിലേക്ക് ഉയരുന്നതും അതിൽ നല്ലതുപോലെ ആ ഒരു ശബ്ദം കേൾക്കുന്നു. അത് കേൾക്കുന്നതും ആ ഒരു ചെറിയ പയ്യൻ അതും വാങ്ങിയിട്ട് കാറിന് മുകളിലേക്ക് ഇങ്ങനെ കയറുകയാണ്. എന്നിട്ട് ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കുമ്പോൾ അവൻ്റെ സഹോദരിയാണെങ്കിൽ കാറിന് മുകളിലേക്ക് പിടിച്ച് വലിഞ്ഞിങ്ങനെ കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയും കയറരുതെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും മുകളിലേക്ക് വരുമ്പോൾ അതിൽ നിന്നും അവൻ പറഞ്ഞതുപോലെ ഇവരുടെ ലാംഗ്വേജ് അല്ല വേറെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അതിനു മുന്നേ തന്നെ അത് കട്ടാവുകയും ചെയ്യുന്നു. എന്തായാലും ഈ കുട്ടികളെയും കാട്ടി പേടി നമ്മുടെ ഹീറോയ്ക്കുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ആഹാരം എല്ലാം കഴിച്ച് രാത്രി കിടക്കുന്ന സമയത്താണ്. ആ സമയത്ത് നമ്മുടെ ഹീറോ ഇവർക്ക് ഒരു നായം കൂടി ഉണ്ടല്ലോ, അതിനെ പുറകിൽ കെട്ടിയിക്കാണ് അതിന് ആഹാരം കൊടുക്കാന്ന് പറഞ്ഞ് അതിനടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അത് ആ ഒരു ചോളപ്പാടമല്ലോ അവിടേക്ക് നോക്കി നല്ലതുപോലെ ഇങ്ങനെ കുരയ്ക്കുന്നു. അത് കാണുന്നതും ഹീറോയ്ക്ക് നല്ല പേടിയായി. അതുപോലെ ഡോഗിനടുത്തേക്ക് ചെല്ലുമ്പോൾ അത് ഹീറോയിനെ കടിക്കാനായിട്ട് ചെല്ലുകയാണ്. ഓക്കെ, എന്തായാലും അതിനകത്ത് എന്തുകൊണ്ട് അത് കണ്ട് മനസ്സിലാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ ഒരു ടോർച്ച് കൊടുത്ത് പതിയെ ആ ഒരു ചോളക്കാടിനകത്തേക്ക് ഇങ്ങനെ കയറാണ്. അകത്തേക്ക് പോകുമ്പോൾ നല്ല ഇരുട്ടുണ്ട്. അങ്ങനെ നടന്ന് ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് വന്നിട്ടാണ് ഹീറോ ഇപ്പോൾ പറയുന്നത് ശരി, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലായി, ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ന്യൂസ് ചാനലെല്ലാം വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ശരി, എന്തായാലും ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, വെറുതെ വേസ്റ്റ് ആണെന്ന് ഇങ്ങനെ പറയുന്നത്. എന്തോ നമ്മുടെ ഹീറോയുടെ പുറകിലൂടെ ഇങ്ങനെ ഓടുന്നു. പെട്ടെന്ന് പേടിച്ചിട്ട് തിരിയുമ്പോഴത്തേക്കും ആ ഒരു ടോർച്ചും താഴേക്ക് വന്ന് വീഴാണ്. അങ്ങനെ അത് എടുക്കാൻ വേണ്ടി താഴേക്ക് കുനിഞ്ഞിട്ട് ആ ഒരു ടോർച്ച് എടുക്കുമ്പോഴത്തേക്കും ആ ടോർച്ച് വെട്ടത്തിൽ എന്തോ ഒരു കാല് ഈ ചോളക്കാടിനകത്ത് ഇങ്ങനെ കയറി പോകുന്നു. ഹീറോ ആണെങ്കിലും ടോർച്ചും കയ്യിൽ പിടിച്ചിട്ട് ഒരു ഒറ്റ ഓട്ടം വീടിനകത്തേക്ക് അവിടെ ഒന്നും നിൽക്കുന്നില്ല, ഓടി വീടിനകത്തേക്ക് കയറി വന്നിട്ട് പേടിച്ചതുപോലെ അങ്ങനെ ഇരുന്നിട്ട് TV ഇട് എന്നിങ്ങനെ പറയുന്നതും അവർ TV ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും അതിലാണെങ്കിലോ പലയിടങ്ങളിലായിട്ട് ഈ ഒരു ഏലിയൻ ഷിപ്പ് ഉണ്ടല്ലോ അത് വന്ന് നിൽക്കുന്നത് പോലെയെല്ലാം TV-യിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുപോലെ ലോകം അവസാനിക്കാൻ പോവാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോയുടെ മകനുണ്ടല്ലോ അവൻ പെട്ടെന്നൊരു ടേപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ചെറിയ പെൺകുട്ടി പെട്ടെന്ന് ആ ടേപ്പ് എടുത്തിട്ടാണ് ഇല്ല തരത്തില്ലാന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അവൻ പറയും ഇല്ലില്ല, അതെനിക്ക് ഇത് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ കഴിയും എന്നെല്ലാം ഇല്ല മുതിർന്നവരെ പോലെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഹീറോയുടെ സഹോദരനോട് പറയും ശരി, ഒരു ടേപ്പ് എടുത്തുകൊണ്ട് വന്നിങ്ങനെ പറയുന്നതും അവർ ആ ഒരു ടേപ്പ് എടുത്തിട്ട് വന്നിട്ട് അത് റെക്കോർഡ് ചെയ്യാണ്. അതുമല്ല കുട്ടികളാണെങ്കിൽ രാത്രി നല്ല ഉറക്കമായി ഇവർ രണ്ടുപേരും അത് തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അതുമല്ലാതെ ലോകം അവസാനിക്കാൻ പോകുന്നു എന്നെല്ലാണല്ലോ അതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ട് കേട്ടും ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് കേട്ട് പറയുമ്പോൾ ഹീറോ തൻ്റെ ഭാര്യയെ പറ്റി പറയാണ്. അവൾ മരിക്കുന്ന സമയത്ത് സ്വിങ് ചെയ്യ് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം മരിക്കുന്നതിന് മുന്നേ നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മരിക്കുന്ന സമയത്ത് അവൾക്ക് ബേസ്ബോൾ കളിക്കുന്ന ആ ഒരു കാര്യമാണ് ഓർമ്മ വന്നതെന്ന് തോന്നുന്നു. അതിനെപ്പറ്റിയെല്ലാം ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഉറങ്ങുമ്പോൾ അവൻ ആ ഒരു സ്വപ്നം കാണാണ് തൻ്റെ ഭാര്യയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ ഒരു ഷെരീഫ് വന്ന് അവനോട് പറയുന്ന കാര്യം. അങ്ങനെ എഴുന്നേറ്റിട്ട് നേരെ ഹാളിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള വയറെല്ലാം നേരെ താഴേക്ക് പോകുന്നു ബേസ്മെന്റിലേക്ക്. ഹീറോ അത് ഫോളോ ചെയ്തിട്ട് നേരെ താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഹീറോയുടെ സഹോദരൻ ഇരിക്കുകയാണ്. എന്നിട്ട് പറയും കുട്ടികളിപ്പോൾ ഭ്രാന്ത് ഒഴിച്ചതുപോലെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവിടേക്ക് എടുത്തുകൊണ്ട് വന്നത്. അതുമല്ല എന്തേ ഇത് നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏലിയൻ ഷിപ്പെല്ലാം വന്നിട്ട് പോയെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നീ ഇതിൽ ശ്രദ്ധിച്ചു നോക്ക്, ഒരു കാക്ക മുകളിലേക്ക് പറന്നു പോകുമ്പോൾ എന്തോ ഒന്നിൽ തട്ടിയിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. അതുമല്ല ആ ഒരു കാക്കകളെല്ലാം എടുത്ത് നോക്കുമ്പോൾ അതിന്റെ കഴുത്തെല്ലാം ഒടിഞ്ഞ അവസ്ഥയിലാണ്. ഇതിലെന്തോ ഒന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നെല്ലാം ആ ഒരു സഹോദരൻ പേടിച്ചിങ്ങനെ പറയുന്നതും അകത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഈ കുട്ടികളുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവര് ആ ഒരു ഏലിയൻസിന്റെ ബുക്ക് വാങ്ങിക്കൊണ്ട് വന്നല്ലോ അതെടുത്ത് ഇങ്ങനെ വായിക്കുന്നു. ആ ഒരു ചെറിയ പെൺകുട്ടി കാണാൻ നല്ല ക്യൂട്ടാണല്ലേ. അതുപോലെ തലയിലാണെങ്കിൽ ഫോയിൽ പേപ്പറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും സഹോദരനുണ്ടല്ലോ അയാൾ ആ ഒരു കൊച്ചാൾക്കാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഹീറോ വന്നിട്ട് ഹേയ് നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അയാൾ പറയും ഏലിയൻസിനെ കൊണ്ട് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ തലയിൽ വെച്ചേക്കുന്നത് കൊണ്ട് ഏലിയൻസിന് നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോയും അവരുടെ നടുവിലേക്ക് കയറിയിരുന്നിട്ട് അപ്പോഴേക്കാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലെ ഏലിയൻസ് എല്ലാം ഇവിടെ വരുന്നത് എന്തെങ്കിലും സാമ്പിൾ നോക്കാനായിട്ടായിരിക്കും. ഈ ന്യൂക്ലിയർ വെപ്പണുള്ള ആ ഒരു സ്ഥലം വരെ അവർക്ക് അറിയാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ റിസോഴ്സ് ഇതെല്ലാം അവർക്ക് ആവശ്യമുണ്ടാവും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഒരു പേജിൽ ഒരു ഏലിയൻ ഷിപ്പ് ഒരു വീടിന് നേർക്ക് അങ്ങനെ അതിന്റെ വിളിച്ചു അടിക്കുന്നത് പോലെ ഒരു ഫോട്ടോ അവനിങ്ങനെ കാണുകയാണ്. അതും കാണുമ്പോഴത്തേക്കും ഇവരുടെ വീട് പോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോഴേക്കാണ് ഒരു കൊച്ചാള് അയാൾ പറയുന്നത് അച്ഛാ ഇത് വളരെ സീരിയസ് ആണെന്ന് പറയുന്നത്. ഡേയ് ആവശ്യമില്ലാത്ത ബുക്കെല്ലാം വായിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നിട്ടില്ലേ, പോയി എന്തെങ്കിലും കഴിക്കി എന്നും പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞു വിടുകയാണ്. അതുമല്ല ഇവരുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എടുത്തിട്ട് ഹലോ ഹലോ എന്ന് വിൽക്കുമ്പോഴത്തേക്കും അറിയാവുന്ന ആരുമാണ് വിളിക്കുന്നത്. അങ്ങനെ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് സഹോദരനോട് പറയും ശരി കുട്ടികളെ നോക്ക് റേ വിളിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവനെ കാണാനായിട്ട് പോവാണ്. ഇതാരാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ ഭാര്യയെ ആക്സിഡന്റ് ചെയ്തവനാണ്. അവനെയാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടും ഇവർ കണ്ടത്. അങ്ങനെ ഹീറോ ആയാലും നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അകത്ത് എല്ലാ കാര്യങ്ങളും തട്ടിമറിച്ച് ഉള്ളിൽ എന്തോ സംഭവിച്ചതുപോലെ. അതുമല്ല അവനാണെങ്കിലോ വീടിന് വെളിയിലെ കാറിൽ ഈ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഹീറോ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ ഡ്രസ്സിലെല്ലാം രക്തമെല്ലാം പറ്റിയിട്ടുണ്ട്. അതുമല്ല ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം ഹീറോ ഒരു ഫാദർ ആയതുകൊണ്ട് അവനോട് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ അവനാണെങ്കിലോ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം വല്ലാത്തൊരു ഡിപ്രഷനിലാണ്. അതുമല്ല ഇപ്പോൾ ഒരു ഏലിയൻസിന്റെ കാര്യം ലോകം അവസാനിക്കാൻ പോകുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അവനാണെങ്കിലും ഹീറോയോട് ചോദിക്കും ഫാദർ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ ഇടം ഉണ്ടാവും. അതുമല്ല ഇപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്നറിയോ, ഈ ഏലിയൻസിനെല്ലാം വെള്ളം ഒരിക്കലും ശരിയാവത്തില്ല. അതുകൊണ്ട് വെള്ളം അധികമായിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവാണ്, എന്നോട് ക്ഷമിക്കണം. എൻ്റെ വീട് വേണമെങ്കിൽ നോക്കിക്കോ, പക്ഷെ ഒരിക്കലും പാൻട്രിക്കകത്തേക്ക് മാത്രം പോയി നോക്കരുത്. അതിലൊന്നിനെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നെല്ലാം ഭ്രാന്ത് പിടിച്ചതുപോലെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും ഇവിടെ ഹീറോയുടെ വീട്ടിൽ അവൻ്റെ സഹോദരനെ കാണിക്കുമ്പോൾ അവൻ ആ ഒരു റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. ആ ഒരു ടി വിയിൽ തന്നെ എന്തെങ്കിലും ക്ലൂ കിട്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അത് തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് ടി വിയിൽ കാണിക്കുമ്പോൾ ഏതൊരു ബർത്ത്ഡേ പാർട്ടിയിൽ വിചിത്രമായിട്ടുള്ള എന്തോ ഒരു രൂപത്തെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ടി വിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിലുള്ള കുട്ടികളാണ് അത് റെക്കോർഡ് ചെയ്തത്. അപ്പോഴേക്കും അവനാണെങ്കിലും അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് ആ ഒരു വീടിൻ്റെ അകത്തുള്ള കുട്ടികളോട് ഹേയ് മാറുന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചെടികൾക്കിടയിൽ നിന്നും ഒരു രൂപം നടന്നിങ്ങനെ പോകുന്നതാണ് കാണുന്നത്. അത് കണ്ട് ആ ഒരു സഹോദരനും എന്തെന്നറിയാൻ കഴിയുന്നില്ല. അവൻ ആകെ ടെൻഷനായിട്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ അവൻ പറഞ്ഞതുപോലെ ആ ഒരു പാൻട്രിക്കകത്ത് മാത്രം പോയി നോക്കരുതെന്ന് പറഞ്ഞല്ലോ, പക്ഷെ അവിടേക്ക് തന്നെ വന്ന് നോക്കുകയാണ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേന്ന്. അടുത്തേക്ക് ചെല്ലുന്തോറും അതിനകത്ത് ആരും നടക്കുന്നത് പോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും ദേ ഇതേപോലെ ഞാൻ പോലീസാണ്, മര്യാദയ്ക്ക് സറണ്ടർ ആയിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് ഒരു കത്തി എടുത്ത് അടുത്തേക്ക് ചെന്നിട്ട് താഴെ ഒരു കണ്ണാടി ഇറപ്പുണ്ട്. അതിലൂടെ ഇങ്ങനെ നോക്കുന്നതും പെട്ടെന്നൊരു കൈ വെളിയിലേക്ക് ഇങ്ങനെ വരുന്നു. അങ്ങനെ അവിടെ നിന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് ഡോറ് തുറന്ന് ഡോറെല്ലാം അടച്ചിട്ട് ആശ്വാസമായി എന്ന് പറഞ്ഞ് അകത്തേക്ക് നോക്കുമ്പോൾ കാണിക്കുമ്പോൾ അവൻ്റെ സഹോദരനും തലയിൽ ആ ഒരു ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കതല്ല ആ ഒരു കുഞ്ഞാളില്ലേ പുള്ളിക്കാരി ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അതുപോലെ കുട്ടികൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയോട് പറയുമ്പോഴത്തേക്കും ഹീറോയും എന്തായാലും അത് വിശ്വസിച്ച്, കാരണം ഹീറോയും ഇപ്പോൾ അവിടെ ഒരു ഏലിയനെ കണ്ടിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോഴേക്കും ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം അറിയാം, വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഒരിക്കലും ഏലിയന് ശരിയാവത്തില്ല, വെള്ളമുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഹീറോയുടെ മകൻ പറയും അതൊന്നും ശരിയാവത്തില്ല എന്ന് പറയും. അപ്പോൾ ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാം, എന്നോടൊപ്പം ലേക്കിനടുത്തേക്ക് വരുന്നത് ആരൊക്കെയാണ് എന്നെല്ലാം പറയുമ്പോൾ ആദ്യം തന്നെ ആ ഒരു കുഞ്ഞാള് അയാൾ കൈ ഇങ്ങനെ പൊക്കും. ശരി ആരൊക്കെയാണ് വീട്ടിലിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയുടെ സഹോദരനും മകനും കൈ ഇങ്ങനെ പൊക്കുവാണ്. അപ്പോൾ ഹീറോ പറയും ഓക്കെ ശരി, നിങ്ങളുടെ അമ്മ ഉണ്ടെങ്കിൽ അമ്മ എന്തായാലും എനിക്ക് വേണ്ടിയിട്ടായിരിക്കും വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് 3 പേരായി നമ്മൾ ലേക്കിലേക്ക് തന്നെ പോകാൻ പോവാണെന്ന് പറയുമ്പോൾ അവൻ്റെ മകൻ പറയും ഇല്ലില്ല അതെല്ലാം ചീറ്റിംഗ് ആണ്, ഇത് അമ്മ ഉണ്ടായിരുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അമ്മയുള്ള ഈ ഒരു സ്ഥലം വിട്ട് ഞാൻ ഒരിക്കലും എവിടേക്ക് വരത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയുടെ മകളുണ്ടല്ലോ അയാൾ പെട്ടെന്ന് ഹീറോയോട് പറയാണ് ഇല്ലച്ചാ ഞാനും എന്തായാലും വോട്ട് മാറ്റാണ്, ഞാനും വീട്ടിലിരിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നും പറഞ്ഞിട്ട് അങ്ങനെ പറയും. അയ്യോ അടി കുട്ടിക്കള്ളി അവസാന നിമിഷം മാറ്റിക്കളഞ്ഞു. അങ്ങനെ വേറെ വഴിയില്ലാതെ ഇനിയിപ്പോൾ വീടിനകത്തേക്ക് ഒന്ന് കയറരുതെന്ന് പറഞ്ഞിട്ട് വീടെല്ലാം ലോക്ക് ചെയ്ത് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ടി വി കാണുമ്പോഴത്തേക്കാണ് ഇപ്പോൾ പറയുന്നത് ഈ ഒരു ഏലിയൻസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതേപോലെ അവർ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും അതെന്തോ ഒരു മാപ്പ് പോലെയാണ്, ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് വേണം അറ്റാക്ക് ചെയ്യാനെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഹീറോയുടെ അമ്മ പറയുന്നുണ്ട് ഇതിവിടേക്ക് വന്നിട്ട് നമ്മളെല്ലാം കണ്ടിട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ അങ്ങനെയല്ല, അത് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസമെല്ലാം പോയി, അവനൊരു വിശ്വാസമില്ലാതെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ട് ജോണിനോട് ചോദിക്കുകയാണ് അച്ഛൻ എന്തായാലും ഞങ്ങളെ വിട്ടിട്ട് പോവും, നീ ഞങ്ങളെ നോക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും ഹേയ് അങ്ങനെയൊന്നും പറയരുത്, നിങ്ങളുടെ അച്ഛൻ എന്തായാലും നിങ്ങളെ വിട്ട് എവിടെയും പോകത്തില്ല,
എന്നെല്ലാം പറഞ്ഞിട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോ പേടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഹീറോ പറഞ്ഞത് സത്യമാണെന്നാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം ഹീറോയ്ക്ക് ഇപ്പോൾ ഒട്ടും വിശ്വാസമില്ല ഇവർ രക്ഷപ്പെടുമെന്ന്. അതുകൊണ്ട് ഇവരെ നോക്കിയിട്ടാണ് പറയുന്നത്, ശരി നമ്മൾ എല്ലാവരും മരിക്കാൻ പോവാണ്, ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അങ്ങനെ പറയും. എന്നിട്ട് എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ആ പയ്യൻ പറയും, നമുക്ക് പ്രാർത്ഥിച്ചാലോ വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും പ്രാർത്ഥിക്കണ്ട, ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് അതൊന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ആ മകൻ പറയും, അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടാണ് അമ്മയ്ക്ക് ആ ഒരു ആക്സിഡന്റ് തന്നെ സംഭവിച്ചത് എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും ഇമോഷണലായിട്ട് ഇപ്പോൾ നല്ലതുപോലെ കരയാൻ തുടങ്ങും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെയല്ലേ രക്ഷപ്പെടാനായിട്ട് നോക്കണം മാക്സിമം എന്ന് പറഞ്ഞ് ഈ വീടിന്റെ ഡോറും മറ്റ് ജനാലകളൊക്കെ ഉണ്ടല്ലോ അവിടെയെല്ലാം തടി കൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ അടിക്കുകയാണ്. അതുപോലെ കുട്ടികൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ അമ്മ എങ്ങനെയുള്ള ഒരാളാണ്, അതേപോലെ തന്നെ അമ്മയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഹീറോ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വെളിയിൽ കാണിക്കുമ്പോൾ ഈ ഒരു ഏലിയൻസ് എല്ലാം ഇപ്പോൾ ഇവരെ ചുറ്റാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും പേടിച്ചിട്ട് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ നടക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മെയിൻ ഡോറിന്റെ അടിയിൽ നിന്ന് ഒരു കൈ അങ്ങനെ അകത്തേക്ക് വരുന്നു. ഇത് കണ്ട് എല്ലാവരും നേരെ ബേസ്മെന്റിലേക്ക് പോകും. അങ്ങനെ വീടിന് വെളിയിലുള്ള എല്ലാ ഡോറും അത് തുറന്നിട്ട് ഏലിയൻസ് എല്ലാം ഉള്ളിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഈ ഒരു ബേസ്മെന്റിന്റെ ഡോർ ഉണ്ടല്ലോ അത് തുറക്കാനായിട്ട് ആ ഒരു ഏലിയൻ വരുന്നതും ഹീറോ അകത്ത് നിന്ന് ഇങ്ങനെ ഇറുക്കി പിടിക്കുകയാണ്. അതുമല്ല ഹീറോയെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എനിക്കിനി വിശ്വാസമില്ല, എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല എന്നെല്ലാം ഹീറോ ഇങ്ങനെ പറയാണ്. കാരണം ഹീറോയ്ക്ക് ഒരു വിശ്വാസമില്ല. അപ്പോൾ ഹീറോ പെട്ടെന്ന് അവന്റെ സഹോദരനോട് എന്നെ സഹായിക്കാനായിട്ട് വാന്ന് ഇങ്ങനെ പറയുന്നതും അവനാണെങ്കിലും പെട്ടെന്ന് അടുത്തുള്ളൊരു കൂടൽ എങ്ങനെ എടുത്ത് ഇതാ വന്നു എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ അകത്തുള്ള ഒരു ബൾബ് ഉണ്ടല്ലോ അതങ്ങ് പൊട്ടിപ്പോവും. മൊത്തത്തിൽ ഇരുട്ടായി. കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഇരുട്ടിൽ നല്ല ഇതിൽ പേടിച്ച് ശബ്ദം ഉണ്ടാകാൻ തുടങ്ങുന്നു. അതേസമയം അവനാണെങ്കിൽ ഒരു ടോർച്ച് കണ്ടുപിടിച്ച് അങ്ങനെ ഡോറിനടുത്തേക്ക് അടിക്കുമ്പോൾ ഇവർ രണ്ടുപേരും അകത്തേക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിൽ തള്ളി പിടിച്ചിങ്ങനെ നിൽക്കാണ്. അപ്പോൾ എന്തായാലും കറണ്ട് ഇല്ല, റേഡിയോ വർക്കാവുന്നില്ല, TV വർക്കാവുന്നില്ല. ഇവരാണെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അതെല്ലാം വെളിയിൽ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ ആ ഒരു പയ്യൻ പറയുന്നുണ്ട്, അച്ഛാ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, അകത്തേക്ക് കയറാൻ ഒരു വഴി കിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വഴി എന്തായാലും അത് കണ്ടുപിടിക്കും. അപ്പോഴാണ് ഹീറോ ആലോചിക്കുന്നത്, ഇതൊരു തുരങ്കം പോലെയാണ്, മറ്റൊരിടത്തേക്ക് പോകാനായിട്ട് വഴിയുണ്ട് എന്നും പറഞ്ഞ് ഹീറോ അവിടെ ഇല്ലെങ്കിൽ അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്കും ടോർച്ച് അടിച്ച് നോക്കുന്ന സമയത്ത് അവന്റെ മകൻ ഇങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്തു നിന്നും ഒരു കൈ അങ്ങനെ വന്ന് അവനെ അങ്ങ് പിടിക്കുകയും ചെയ്യുന്നു. ഹീറോ ആണെങ്കിലും പെട്ടെന്ന് വന്ന് അവനെ അതിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തി മാറ്റിയിട്ട് അവിടേക്ക് ഈ ഒരു അരിച്ചാക്കൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. ആ സമയത്താണ് ഹീറോയുടെ മകന് പെട്ടെന്ന് ആസ്മ, അവനാണെങ്കിൽ ശ്വാസം വലിക്കാൻ തുടങ്ങുന്നു. ഇവനിപ്പോൾ ഇൻഹേലർ വേണം. അതുമല്ല അതാണെങ്കിലോ മുകളിലത്തെ റൂമിൽ. അങ്ങനെ ഹീറോയുടെ മടിയിലിരിക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഇപ്പോൾ തൻ്റെ ആ ഒരു വിശ്വാസം വീണ്ടും തിരിച്ചെടുത്തിട്ട് മകനോട് പറയും, അച്ഛനുണ്ട്, ഒരു കാരണവശാലും നീ പേടിക്കണ്ട, നമുക്കൊരു കുഴപ്പവും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഹീറോയുടെ സഹോദരനാണെങ്കിൽ ഈ ഒരു കാര്യം കാണുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തൻ്റെ സഹോദരൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വെളിയിലുള്ള ആ ഒരു ഏലിയൻ്റെ ശബ്ദമെല്ലാം പതിയെ പതിയെ മാറുന്നുണ്ട്. അതെല്ലാം പോയെന്ന് തോന്നുന്നു. അതേസമയം ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ അവൻ ഉറങ്ങാണ്. അതുമല്ല ഒരു സ്വപ്നം കാണുന്നുണ്ട്, തൻ്റെ ഭാര്യ മരിച്ച ആ ഒരു ദിവസം. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ഷെരീഫ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹീറോയുടെ ഭാര്യ നടന്നു വരുന്ന സമയത്ത് ഏതോ ഒരുത്തൻ ഉറങ്ങിക്കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ടാണ് അവൻ്റെ ഭാര്യ ഇടിച്ച് ആക്സിഡന്റ് സംഭവിച്ചത്. അതുമല്ല ആ ഒരു കാർ ഇടിച്ചിട്ട് നേരെ ഒരു മരത്തിലേക്ക് വന്ന് ഇടിച്ചെങ്ങിരിക്കുമായിരുന്നു. ശരീരത്തിൻ്റെ പാതി ഭാഗവും ചതഞ്ഞുപോയി. അതുമല്ല ആ ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും മരിക്കും, കാർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ജീവനുണ്ടാവും, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് ഹീറോയോട് പറയുന്നതും എങ്ങനെയുണ്ടാവും ഹീറോയുടെ അവസ്ഥ. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഹീറോയ്ക്ക് ദൈവത്തിനോടുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇത്രയും കാര്യം കണ്ടിട്ട് പെട്ടെന്ന് ഹീറോ കണ്ണു തുറക്കുന്നതും അടുത്ത ദിവസമായി തൻ്റെ മകനൊന്നും കുഴപ്പമൊന്നുമില്ല. അതുമല്ല സഹോദരൻ വന്നിട്ട് പറയും, ഏലിയൻസ് എല്ലാം ഇവിടെ നിന്ന് പോയി, അതിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് അവർ കണ്ടുപിടിച്ചു, പക്ഷെ അത് എന്ത് കാര്യമാണെന്ന് ഇപ്പോഴും അറിയത്തില്ല, റേഡിയോയിലൂടെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മുകളിലേക്ക് പോകാം, അവന് മരുന്ന് കൊടുക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് മുകളിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ഹീറോയുടെ സഹോദരൻ പറയുന്നുണ്ട്, നീ ഒട്ടും വിശ്വാസമില്ലാതെയാണ് ഇത്രയും കാലം ജീവിച്ചതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല, നിന്നെ വിശ്വസിച്ച് 2 കുട്ടികളുണ്ട്, അതുകൊണ്ട് ഇനി നിനക്ക് വിശ്വാസമില്ല എന്ന് വല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ അടിക്കും. ഇന്നലെ രാത്രി തന്നെ ഞാൻ കണ്ടിരുന്നു നിന്റെ മകൻ ജീവിക്കാൻ വേണ്ടി നീ നല്ലതുപോലെ വിശ്വസിച്ചു. ഇതാണ് ജീവിതം, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, പക്ഷേ ഒരിക്കലും നിന്റെ വിശ്വാസം നീ കൈവിടരുത് എന്നെല്ലാം പറഞ്ഞ് ഹീറോ ആണെങ്കിലും പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് അവൻ്റെ മകനെ എടുത്ത് നേരെ മുകളിലേക്ക് വരികയാണ്. അതുമല്ല അവനാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം, അതുകൊണ്ട് അത് എവിടെയാണെന്ന് വീട്ടിലെല്ലാം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അതേസമയം നമ്മുടെ കുട്ടികളുണ്ടല്ലോ അയാളാണെങ്കിലും വന്നിട്ട് TV-യിൽ എല്ലാവരും ജയിച്ചെന്ന് പറഞ്ഞിട്ട് ദേ ഇതുപോലെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് അയാളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോ ആയാലും തന്നെ മകനെ എടുത്ത് ആ ഒരു സോഫയിലേക്ക് കിടത്തിയിട്ടാണ്, ശരി TV ആണോ, ഞാൻ TV എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് TV എടുത്ത് നേരെ ഹാളിലേക്ക് കൊണ്ടുവയ്ക്കുന്നതും ആ TV-യിൽ എന്തോ റിഫ്ലക്റ്റ് ആവുന്നു. കാണിക്കുമ്പോൾ ആഹാ അതാ ഒരു ഏലിയനാണ്. അതുമല്ല നമ്മുടെ ജോൺ ആണെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്ത് അകത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഏലിയനെ കണ്ട് അതങ്ങ് താഴെ ഇടുകയും ചെയ്യുന്നു.
അപ്പോഴേക്കും നമ്മുടെ ഹീറോ പറയുന്നുണ്ട് സഹോദരനോട്, ഇല്ല നിന്നെ കൊണ്ട് അത് കഴിയത്തില്ല എന്ന് ഇങ്ങനെ പറയുന്നതും അവൻ ഈ ഒരു വിശ്വാസമില്ലാത്ത രീതിയിൽ വീണ്ടും അതേപോലെ തന്നെ അവൻ്റെ മൈൻഡ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അവർ ഏലിയനാണെങ്കിലോ അവരുടെ മകൻ്റെ അടുത്തേക്ക് വന്നിട്ട് കൈ വെച്ചിട്ട് എന്തോ ഒരു കാര്യം സ്പ്രേ ചെയ്യുന്നത് പോലെ, എന്താണെന്ന് അറിയത്തില്ല. അതാണെങ്കിലും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹീറോയ്ക്ക് അന്നത്തെ ദിവസം തൻ്റെ ഭാര്യ മരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കണമല്ലോ, അതിനുവേണ്ടി അവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കുമ്പോൾ ഹീറോ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റിയത് ചോദിക്കുമ്പോൾ അവളും പറയും, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്കൊന്നും ഫീൽ ആവുന്നില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം, ഞാൻ മരിച്ചു പോകുമെന്ന്. കാരണം പാതി ശരീരവും ചതഞ്ഞില്ലാതായിരിക്കല്ലേ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് കരയും. അപ്പോൾ അവർ പറയുന്നുണ്ട്, നമ്മുടെ മകനെ അവൻ ഇഷ്ടമുള്ള എന്തുവാണെങ്കിലും ചെയ്തോട്ടെ, അവൻ ഒരിക്കലും നിങ്ങൾ തടയരുത്. അതുപോലെ നമ്മുടെ മകള് അവളാണെങ്കിൽ എപ്പോഴും അവളുടെ സഹോദരനെ കേൾക്കാൻ പറയണം. നിങ്ങളുടെ സഹോദരൻ അവനോട് നല്ലതുപോലെ കളിക്കാൻ പറയണം, അവനോട് ഒരിക്കലും ആ ഒരു വിശ്വാസം കൈവിടരുത് എന്നെല്ലാം പറയണമെന്ന് ഹീറോയോട് ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജോണിനോട് ഒരു സീനിൽ പറഞ്ഞത്, മരിക്കുമ്പോൾ പോലും നിന്നെ പറ്റിയാണ് അവൾ പറഞ്ഞത്, അവനോടുള്ള ആ ഒരു വിശ്വാസം അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് അങ്ങനെ ഹീറോ അവൻ്റെ സഹോദരനെ നോക്കിയിട്ടാണ് പറയുന്നത്, ജോൺ ഈ അടുത്ത് വീശ് എന്നിങ്ങനെ പറയുന്നതും ജോൺ ആണെങ്കിലും ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എന്തോ ഒരു കാരണം കൊണ്ടാണല്ലോ അവ ഇതെല്ലാം നിർത്തിയത്. അതുകൊണ്ട് വളരെ കോൺഫിഡൻസോട് തന്നെ ആ ഒരു ബാറ്റ് അങ്ങനെ എടുത്ത് ആ ഒരു ഏലിയൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും ആ ഏലിയൻ ആണെങ്കിലോ ഇവരുടെ മകൻ്റെ മുഖത്തേക്ക് എന്തോ ഒന്നിങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ജോൺ വന്നിട്ട് അതിനെ ഒരു ഒറ്റയടി ഈ ഒരു പേടി മാറ്റി അവരുടെ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ രക്ഷപ്പെടുമെന്നുള്ള. അങ്ങനെ ആ ഒരു ഏലിയൻ തെറിച്ചു വന്ന് വീഴുമ്പോഴത്തേക്കാണ് ഹീറോയുടെ മകളുണ്ടല്ലോ, അവളാണെങ്കിൽ വെള്ളം പാതിയിൽ കുടിച്ചിട്ട് ഗ്ലാസ് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലൊന്ന് വന്ന് ഏലിയൻ്റെ ദേഹത്തേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും അവൻ്റെ ദേഹം പൊള്ളുന്നത് പോലെ അങ്ങനെ കാണിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോ അവൻ്റെ മകൻ ആ ഒരു ഇഞ്ചക്ഷനും എടുത്തിട്ട് അവനെ നേരെ വെളിയിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ഹീറോയ്ക്ക് എന്തായാലും ആ ഒരു വിശ്വാസം വന്നു എന്ന് ജോണിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്റ് എടുത്ത് വേറെ ലെവലിൽ ആ ഒരു ഏലിയനെ അങ്ങനെ അടിക്കുകയാണ്. അവസാനമായിട്ടും ഒരു ഒറ്റയടി ഏലിയനെ അത് നേരെ താഴേക്ക് വന്ന് വീഴുന്നതും മുകളിലുള്ള ഒരു ഗ്ലാസ് വെള്ളം അവൻ്റെ മുഖത്തേക്ക് വന്ന് വീണ് അത് അവിടെ വെച്ച് തന്നെ തീരുന്നു. അതേസമയം ഹീറോ തൻ്റെ മകനെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവനെ ആ ഒരു ഇഞ്ചക്ഷനെല്ലാം കൊടുത്ത് നോക്കുന്നുണ്ട്. പക്ഷേ അവൻ എഴുന്നേൽക്കുന്നില്ല, എന്ത് സംഭവിച്ചെന്നില്ല അറിയാൻ കഴിയുന്നില്ല. ബാക്കി എല്ലാവരും ഇത് കണ്ടിട്ട് കരയാൻ തുടങ്ങുന്നതും ഹീറോ അറിയില്ല, ഒരിക്കലും വിശ്വാസം കൈവിടരുത്, അവൻ എന്തായാലും തിരിച്ചു വരുമെന്നെല്ലാം പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഫസ്റ്റ് എയ്ഡെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവനാണെങ്കിൽ കണ്ണു തുറന്നിട്ട് ആരാഴ്ച എന്നെ രക്ഷിച്ചെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് കരയാൻ തുടങ്ങും. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ ഒരു ഏലിയൻസ് എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു മൂവിയിൽ പറയുന്നില്ല. ഈ മൂവിയിൽ പറയുന്നത് സത്യമാണോ ഇല്ലയെന്ന് അറിയത്തില്ല. പക്ഷേ ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഇതുപോലെ ക്രോപ്പ് സർക്കിളുകൾ കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട്. അതുമല്ല 1678 ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ വെച്ച് ഇതുപോലെ ഒരു ക്രോപ്പ് സർക്കിൾ കാണുന്നത്, അതും അവിടെയുള്ള ഒരു കർഷകന്റെ പാടത്ത്. അതേപോലെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചിത്രം 2001 ആഗസ്റ്റിലെ മിൽക്ക് ഹിൽ എന്ന് പറഞ്ഞിട്ട് ഒരു മലയുടെ മുകളിൽ കണ്ട ക്രോപ്പ് സർക്കിളാണ്. അതുമല്ല എല്ലാ വശങ്ങളും കറക്റ്റായിട്ട് ഒരേ അളവ്, അതിനുള്ളിലാണെങ്കിൽ ചെറിയ ചെറിയ വേറെ സർക്കിളുകൾ. ഇതെല്ലാം ഒരു ഒറ്റ രാത്രി കൊണ്ട് ആർക്കും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരേ അളവിൽ അതും ഇത്രയും വലുപ്പത്തിൽ ഒരിക്കലും ചെയ്തു തീർക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലും ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്നാണ്. ഇതിനെല്ലാത്തിനും കാരണം ഏലിയൻ ആണെന്നും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ് ആണെന്നും പലരും പറയുന്നുണ്ട്. അതും കൂടുതലായിട്ടും ഇംഗ്ലണ്ടിലാണ് ഈ ഒരു ക്രോപ്പ് സർക്കിളുകൾ അധികമായിട്ട് കാണുന്നത്. അതും 2000-ലധികം പലയിടങ്ങളിലായിട്ട്. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും വലിയൊരു ഷേപ്പ് ഒരുപക്ഷെ മനുഷ്യനാണ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി? മറ്റു ചിലർ പറയുന്നത് ഇത് ഏലിയൻസ് ആണ്, മനുഷ്യനോട് എന്തോ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് ഏലിയൻസ് ഉദ്ദേശിക്കുന്നത് എന്നും ചിലർ പറയുന്നുണ്ട്. അതായിരിക്കാം ഈ ഒരു മൂവിയിലൂടെയും പറയുന്നത്, നമുക്കും അറിയത്തില്ല. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.